നമുക്ക് ഇനി പോവേണ്ടത് തൃശ്ശൂരിലേക്കാണ്. അവിടെ സാരംഗം തയ്യാറായിട്ടുണ്ട്. സാരംഗ്, ഇതിന് സമാനമായ ഒരു സാഹചര്യം, ഒരുപക്ഷെ തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മറ്റു ചില രീതിയിൽ വ്യത്യസ്തമാണ്. അവിടേക്ക് വരുമ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോക്കൂ, തൃശ്ശൂർ പല പ്രാവശ്യം പല രീതിയിൽ വളരെ വലിയ വാർത്തയാകുന്ന ഒരിടം കൂടിയാണ്. സിന്ധൂരി, ഞാനിപ്പോൾ നിൽക്കുന്നത് വടക്കുന്നാഥൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇനി തൃശ്ശൂർ പൂരത്തിന് അധികം നാളുകളില്ല. ഈ മാസം തന്നെ തൃശ്ശൂർ പൂരം നടക്കും. തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായിട്ട് തൃശ്ശൂരിൽ മറ്റൊരു പൂരം നടക്കുന്നുണ്ട്. ആ പൂരമാണ് തെരഞ്ഞെടുപ്പ് പൂരം. ആ തെരഞ്ഞെടുപ്പ് പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് നമ്മുടെ ഇടതുപക്ഷവും അതുപോലെ തന്നെ 3 മുന്നണികളും എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആദ്യം പറയേണ്ടത്. അതിൽ ഇടതുപക്ഷമാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുകയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു അന്തിമഘട്ടത്തിലേക്ക് ഈ ഇടതുപക്ഷം കടക്കുന്നു എന്നുള്ളതാണ്. മറ്റെല്ലാ മുന്നണികളെയും വെച്ച് നോക്കുമ്പോഴും ഇടതുപക്ഷം കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രചരണം ആരംഭിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഇതുവരെ റോഡ് ഷോകൾ നടത്തി അങ്ങനെ വിപുലമായിട്ടുള്ള രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇടതുപക്ഷം എത്തി എന്നുള്ളതാണ്. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ CPIM ജനറൽ സെക്രട്ടറി MA ബേബി ജില്ലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിൽ അദ്ദേഹം പ്രചരണം നടത്തുന്നുണ്ട്. പൊതുപരിപാടികൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പൊതു പ്രചരണ പരിപാടികളിലും പൊതുയോഗത്തിലും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ട് രാവിലെ അദ്ദേഹം തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ മാധ്യമങ്ങളെ കാണുന്നു. തുടർന്നാണ് പര്യടന പരിപാടികളും അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളും ആരംഭിക്കുന്നത്. ഇന്ന് വൈകിട്ട് വരെ അദ്ദേഹം മണ്ഡലത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ CPMൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ ആയിട്ടുള്ള വ്യക്തികളും ഇവിടെ വന്നിരുന്നു. ബൃന്ദാക്കാരാട്ട്, CPMൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള ബൃന്ദാക്കാരാട്ട് 2 ദിവസം മുന്നേ വന്നിരുന്നു. അതുപോലെ തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദമാഷും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നു. എല്ലാവരും എത്തുമ്പോൾ ഓരോ വേദികളും കൂടുതൽ ശക്തമാവുകയാണ്. പ്രചരണ രംഗത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളൊക്കെ തന്നെയും ശക്തമാകുന്ന കാഴ്ചകളാണ് കാണുന്നത്. മറ്റൊരു കാര്യം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ തവണയും അത് നമ്മൾ കണ്ടതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ഒരുപാട് വിവാദങ്ങളും വിഷയങ്ങളും തങ്ങി നിൽക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടതാണ് ഈ മറ്റത്തൂർ വിഷയവും അതുപോലെ തന്നെ അതിനുശേഷം തൊട്ടടുത്ത് തന്നെ ചൊവ്വന്നൂർ വിഷയവും ഉണ്ടാകുന്നത്. അധികാരം പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കോൺഗ്രസ്, BJPയും അതുപോലെ തന്നെ SDPIയുമായിട്ടുള്ള ഈ വർഗീയ സംഘടനകളൊക്കെ ആയിട്ട് ഈ കൂട്ടുകൂടുന്നതിൻ്റെ പൊതുചരിത്രം കേരള സമൂഹം ഒന്നടങ്കം മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് ഓരോന്നും ഉയർന്നു വരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ BJP അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥി, ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ്റെ പരാമർശങ്ങളൊക്കെ തന്നെ നമ്മൾ വ്യക്തമായി കേട്ടതാണ്. അതിനു മുൻപേ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് കടുത്ത രീതിയിലുള്ള ഒരു വർഗീയ പരാമർശം നടത്തുകയും പിന്നീട് അത് ആവർത്തിക്കുകയും വീണ്ടും ആവർത്തിക്കുകയും ഇന്നലെയും അദ്ദേഹം ഈ നിയമവ്യവസ്ഥകളൊക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും ഇത്തരത്തിലൊരു വർഗീയ വിദ്വേഷം നടത്തുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഈ വർഗീയത പരത്തിക്കൊണ്ട് വോട്ട് പിടിക്കാമെന്നുള്ള ധാരണയിലാണ് BJP മുന്നോട്ട് പോകുന്നത് എങ്കിൽ വികസനം ചർച്ച ചെയ്തുകൊണ്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ചും ഇടതുപക്ഷം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് നമ്മൾ ഓരോ മണ്ഡലങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമുക്ക് വ്യക്തമാക്കാവുന്നതേ ഉള്ളൂ. പൊതുജനങ്ങൾക്ക് തന്നെ അതിനോട് വലിയ വ്യക്തതയുണ്ട്. കാരണം ജനങ്ങളൊക്കെ തന്നെയും അറിയുന്നതാണ്. അപ്പോൾ വികസനം പറഞ്ഞ് ഇടതുപക്ഷം മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിനാണെങ്കിൽ പറയാൻ മാത്രം ഒന്നും ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ ഇനി കൂട്ടുകെട്ട് മാത്രമാണ് കോൺഗ്രസിനുള്ളത്. കഴിഞ്ഞ ദിവസം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദമാഷ് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് മാധ്യമപ്രവർത്തകർ ചോദിച്ചതാണ്, BJP തൃശ്ശൂർ ജില്ലയിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ വിജയിക്കുമോ എന്നുള്ള കാര്യമാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം വ്യക്തമായിട്ടുള്ളൊരു മറുപടി പറയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പിന്തുണ ലഭിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ BJP ഏതെങ്കിലും മണ്ഡലത്തിൽ ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ മറ്റത്തൂർ സംഭവം മുതലുള്ള എല്ലാ കാര്യങ്ങളെയും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത്. കാരണം BJP ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് തമ്മിലൊരു കൂട്ടുകെട്ട് നടത്തുന്നത്. അതേസമയം ഇത്തരത്തിൽ ഈ കോൺഗ്രസ് നടത്തുന്നത് ഇടതുപക്ഷം ഡീല് നടത്തുന്നു എന്നുള്ളതാണ്. നിലവിൽ തൃശ്ശൂരിലെ തന്നെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകാവുന്നതേ ഉള്ളൂ ആരാണ് എവിടെയൊക്കെയാണ് ഡീൽ നടത്തിയിട്ടുള്ളതെന്നത്. യാതൊരു മടിയും കൂടാതെ BJPയും SDPIയും പോലുള്ള വർഗീയ സംഘടനകളുമായി അധികാരം
വേണ്ടി കൂടാൻ കോൺഗ്രസിന് യാതൊരു മടിയുമില്ല എന്നുള്ളൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു. അതേസമയം ഇടതുപക്ഷം വികസനം ചർച്ച ചെയ്ത് കൊണ്ടുപോകുന്നു. ജില്ലയിൽ ഉൾപ്പെടെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഓരോ മണ്ഡലങ്ങളായിട്ട് പറയുകയാണെങ്കിൽ അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ടി വരും. എങ്കിൽ പോലും വലിയ രീതിയിലുള്ള വികസനങ്ങൾ നമുക്ക് എങ്ങും കാണാൻ കഴിയും. അതുപോലെ തന്നെ ജനങ്ങളും പ്രതീക്ഷിക്കുന്നത് ഒരു തുടർഭരണം, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു തുടർഭരണം സംസ്ഥാനത്ത് ഉണ്ടാകണം എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. സിന്ധൂരി, സാരംഗ്, ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായി നമ്മുടെ മനസ്സിലേക്ക് വന്ന സാരംഗ് അല്പം മുമ്പ് പറഞ്ഞ BJP അവിടെ വളർത്തുവാൻ ശ്രമിക്കുന്ന വർഗീയതയുടെ ഏറ്റവും വലിയ വിഷമാണ്. അതിൽ നിന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരെ വിലക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ വിലക്കണമെന്ന് ഇടതുപക്ഷം ആവശ്യപ്പെടുമ്പോഴും ഒരു മെല്ലപ്പോക്ക് നയം സ്വീകരിക്കുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർ ഈ പ്രത്യേകിച്ചും ഗോപാലകൃഷ്ണയ്ക്ക് അവിടെ അത് ശക്തി പ്രാപിക്കുന്ന ഈ വർഗീയ പ്രചരണം എത്രയധികം നടത്തുന്നു. അവർക്ക് ജയമോ തോൽവിയോ ഒരു പ്രശ്നമല്ല. ഈ വർഗീയത അവിടുത്തെ സാധാരണക്കാരായ ആളുകളുടെ മനസ്സിലേക്ക് കുത്തിവെക്കുവാനുള്ളൊരു അവസരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ അവർ കാണുന്നു എന്ന് തന്നെ വേണ്ടേ നമ്മൾ മനസ്സിലാക്കുവാൻ. അതായത് ആദ്യം അന്നൊരു വീഡിയോ ഇറക്കി, ആ വീഡിയോ പ്രശ്നമായപ്പോൾ അതിനെതിരെ ആ നിലപാടിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് വീണ്ടും ആവർത്തിച്ചു. ഇന്നലെ ഇപ്പോൾ ഇത് അവിടെ ഒരു ഫ്ലെക്സുമായിട്ട് വന്നിരിക്കുന്നു. അവിടെയെല്ലാം BJPയുടെ സംഘപരിവാറിന്റെ യഥാർത്ഥ രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം ആ മണ്ണിൽ കുത്തി നിറയ്ക്കുവാനുള്ള അവരുടെ ശ്രമങ്ങളല്ലേ. അവർ ഈ തെരഞ്ഞെടുപ്പിനപ്പുറം അവർ ആ വർഗീയത മാത്രമല്ലേ അവിടെ ലക്ഷ്യം വെക്കുന്നത്. തീർച്ചയായും സിന്ധൂരി, ഈ കാര്യത്തിൽ ഗുരുവായൂർ എന്നൊരു നഗരത്തിന് അല്ലെങ്കിൽ ആ ഒരു ദേശത്തിന് അതിൻ്റേതായ ചരിത്രമുണ്ട്. ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴും എല്ലാ സമൂഹത്തിൽ നിന്നുള്ള എല്ലാ മതസ്ഥരും എല്ലാ ജാതിയിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും ഒന്നിച്ചു കഴിയുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ ഇത്തരത്തിൽ വർഗീയത പരത്തി വോട്ട് നേടാം എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാകണം ഗോപാലകൃഷ്ണൻ ഇത്തരത്തിലുള്ളൊരു വർഗീയ പരാമർശങ്ങൾ തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു മുൻപേ തന്നെ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഗോപാലകൃഷ്ണനെ ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയാക്കിയത്, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂരിലായിരുന്നു അദ്ദേഹത്തെ ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയായി BJP നിശ്ചയിക്കുന്നത്. പിന്നീടാണ് ഇത്തരത്തിൽ ഈ 2020യുമായി BJP സഖ്യത്തിലാകുന്നതും അതിനുശേഷം അവിടെ 2020യുടെ സ്ഥാനാർത്ഥി കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം വരുന്നത്. തുടർന്നാണ് പെട്ടെന്നൊരു നിമിഷത്തിൽ, അതായത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അതിൻ്റെ തീയതി പ്രഖ്യാപനത്തിന് മുന്നേയൊക്കെ തന്നെയും ഗോപാലകൃഷ്ണൻ കൊടുങ്ങല്ലൂരിലെത്തി വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയിരുന്നു. ചുമരെഴുത്തുകൾ നടത്തുന്ന ആളുകളെ കാണുന്ന അങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തിയിരുന്നു. ഒരു സുപ്രഭാതത്തിലാണ് അവിടെ 2020യുടെ സ്ഥാനാർത്ഥി വരുന്നതും ഉടനെ തന്നെ ഗോപാലകൃഷ്ണനെ ഇത്തരത്തിൽ ഗുരുവായൂർ മണ്ഡലത്തിലേക്കും BJP നിയമിക്കുന്നത്. ആ സമയത്ത് അവിടെ ഒരു അറ്റൻഷൻ കിട്ടാൻ നിവൃത്തിയില്ല എന്നുള്ളൊരവസ്ഥ വന്നതുകൊണ്ടാകണം ഇത്തരത്തിൽ കടുത്ത വർഗീയത പറഞ്ഞുകൊണ്ട് മീഡിയ അറ്റൻഷൻ ശ്രദ്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഈ ഒരു വോട്ട് പിടിക്കാം എന്നുള്ള തന്ത്രത്തിലേക്ക് ഈ ഗോപാലകൃഷ്ണൻ എത്തിയിട്ടുള്ളതെന്നാണ്. എന്തായാലും ഗുരുവായൂർ ക്ഷേത്രത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം അല്ലെങ്കിൽ ഒരു വിദ്വേഷം, അപരമത വിദ്വേഷം ഗോപാലകൃഷ്ണൻ നടത്തിയത്. അതായത് കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള ഒരു MLA ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ വിവാദം. അത് വലിയ വിവാദമാകുകയും സാമൂഹ്യ മാധ്യമത്തിലടക്കം വലിയ ചർച്ചയാകുകയും നമ്മൾ മാധ്യമപ്രവർത്തകർ അത് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ വിശദമായി ചോദിക്കുകയും അദ്ദേഹം ആ ചോദ്യങ്ങളൊക്കെ കേട്ട് പ്രകോപിതനാകുകയും ചെയ്തു. തുടർന്നാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അടിയന്തരമായിട്ടുള്ളൊരു നടപടി എടുക്കുന്നത്. അതായത് ഇതിൻ്റെ റിപ്പോർട്ട് തേടിയതിന് ശേഷം ഇത്തരത്തിൽ അന്വേഷണം റിപ്പോർട്ട് കൈമാറുന്നു. തുടർന്ന് ഗുരുവായൂർ പോലീസ് കേസെടുക്കുന്നു. എന്നാൽ ഈ കേസ് എടുത്തിട്ട് പോലും ശക്തമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇക്കാര്യത്തിൽ ഹൈക്കോടതി പോലും വിമർശിക്കുകയുണ്ടായി. കാരണം സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയിട്ട് എന്ത് നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് എന്ന് ഹൈക്കോടതി പോലും ചോദിക്കുകയുണ്ടായി. എന്നിട്ട് പോലും ശക്തമായിട്ടുള്ള ഒരു നടപടി എടുത്തില്ല. അതൊന്ന്. മറ്റൊന്ന്, ഇതേപോലെ തന്നെ വീണ്ടും ഈ വിദ്വേഷം പരത്തുകയാണ്. വീണ്ടും ഈ വിദ്വേഷം നടത്തുന്ന ഗോപാലകൃഷ്ണൻ പറയുന്നത് തനിക്കെതിരെ കേസ് വന്നോട്ടെ, അതൊന്നും പ്രശ്നമല്ല, അല്ലെങ്കിൽ വീണ്ടും ഇതേ നിലപാടിൽ തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെ തന്നെയും ജനങ്ങൾ തിരിച്ചറിയും. അത് തെരഞ്ഞെടുപ്പിലൂടെ ഗോപാലകൃഷ്ണന് വലിയ തിരിച്ചടിയായി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സിന്ധൂരി, ശരി, വ്യക്തമാണ്. സാരംഗ് പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂരിന്റെ ഒരു രാഷ്ട്രീയ ചിത്രമാണ് നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞത്. വികസനം പറഞ്ഞ് ഇടതുപക്ഷം വോട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ UDF കള്ളങ്ങൾ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. BJP ആവട്ടെ വർഗീയത, ഒരു മറയുമില്ലാതെ വർഗീയത പറയുവാനും അത് ജനങ്ങളിലേക്ക് കുത്തിവെക്കുവാനും ശ്രമിക്കുന്നു. അതാണ് തൃശ്ശൂരിൽ നിന്നും നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്.